ഹായ് ഫ്രണ്ട്സ്, once again വെൽക്കം ബാക്ക് ടു ടി വ്ളോഗ്സ്. ഇറ്റ്സ് മീ ടിനു വർഗീസ്. ആക്ച്വലി ഇന്നലെ OTT വഴി റിലീസ് ചെയ്ത ചലച്ചിത്രമാണ് ചീന ട്രോഫി. ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ അനിൽ ലാലാണ്. ഞാൻ ഇന്നലെ ആമസോൺ പ്രൈം വഴിയാണ് ഈ ചിത്രം കാണാനിടയായത്. ബുക്ക് മൈ ഷോയിലും മറ്റുമൊക്കെ റേറ്റിംഗ് കൊടുത്തേക്കുന്ന 10/8 കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലായിട്ട് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ഒന്നും ഞാൻ പറയുന്നില്ല, ബിലോ ആവറേജ് ഒന്നും ഞാൻ പറയുന്നില്ല, ആവറേജിന് മുകളിൽ നിൽക്കുന്നത് ഒരു വൺ ടൈം വാച്ചബിൾ. പിന്നെ പല സീനുകളിലൊക്കെയുള്ള പല സിനിമകളിൽ നിന്നുള്ളൊക്കെയോ ചില റെഫറൻസൊക്കെ ഇതിനകത്തൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡാൻസ് യൂണിവേഴ്സിനോടൊപ്പം തന്നെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചേക്കുന്ന കന്നഡിയാണ്. എനിക്കൊന്ന് പുള്ളിക്കാരത്തിയാണ് ഇതിനകത്ത് ചൈനക്കാരിയായിട്ട് അഭിനയിച്ചേക്കുന്നത്. ഒരു മെയിൻ റോള് തന്നെ കൈകാര്യം ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുതുമുഖമുണ്ട്. ഇവരെ കൂടാതെ തന്നെ ജോണി ആൻ്റണി ഉണ്ട്, പിന്നെ ജാഫർ ഇടുക്കിയുണ്ട്. ഇവരൊക്കെ ലീഡ് റോള് ചെയ്തവരാണ്. പിന്നെ അതിഥി താരങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഷെഫ് പിള്ള വന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സുധീഷും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്, പക്ഷെ അതിഥിതാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ രണ്ട് ജസ്റ്റ് ഫോണിൽ കൂടെ വരുന്നുള്ളൂ. പിന്നെ ഒരു സാധാരണക്കാരൻ്റെ ഒരു മനോവികാരങ്ങൾ അവൻ നടത്തിപ്പോകുന്ന ഒരു എന്താ പറയുക, വെറും ഒരു സാധാരണക്കാരൻ, എന്തിനേയും പ്രതികരിക്കാൻ പറ്റാത്ത വലിയ ഒരു സൂപ്പറായിട്ടുള്ള പപ്പറില്ലാത്ത ഒരു സാധാരണക്കാരൻ, മറ്റുള്ളവരുടെ കുറവുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അലിഞ്ഞു പോകുന്ന ഒരു വ്യക്തിത്വം. അതാണ് ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിച്ചേക്കുന്ന കഥാപാത്രം. എനിവേ കണ്ടപ്പം എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മേക്കിങ്ങും കാര്യങ്ങളും ഇച്ചിരി കൂടെ നോക്കുവാണെങ്കിൽ നല്ല വർക്കൗട്ടാവുന്ന നല്ലൊരു സബ്ജക്റ്റായിരുന്നു. പക്ഷെ വന്ന് പോയത് എനിക്കൊന്ന് ഇതിന് മുന്നേ മലയാളത്തിലൊരു നല്ല രീതി ഹിറ്റായ ഒരു ഫിലിമെന്ന് പറഞ്ഞാൽ, അതായത് ഒരു പുറം നാട്ടുകാരി വന്ന് ഹിറ്റായ ഫിലിമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കോതയാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ആമസോൺ പ്രൈമിൽ അവൈലബിളാണ്. ഇന്നലെയാണ് ചിത്രം റിലീസായത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ് ഫ്രം ടു ബ്ലോഗ്.